ഹോളിവുഡിൽ ഒരു പുതിയ വിപ്ലവം വരുന്നുണ്ട്. അത് നയിക്കുന്നതൊരു കമ്പനിയാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ശക്തി ഉപയോഗിച്ച് സിനിമയുടെ ഭാവിയെ തന്നെ മാറ്റിമറിക്കാൻ പോവുകയാണിവർ. അപ്പോൾ ഇന്ന് നമ്മൾ ആ കമ്പനിയെക്കുറിച്ചാണ് വിശദമായി നോക്കാൻ പോകുന്നത്. ഒന്നാലോചിച്ച് നോക്കൂ, ഒരൊറ്റ വർഷം കൊണ്ട് ഒരു സ്റ്റോക്കിന് 580% വളർച്ച. ഇത് വെറുതെ ഒരു ഊഹക്കച്ചവടമായിരിക്കുമോ? അല്ല, ഇതിനു പിന്നിൽ അതിലും വലിയൊരു കഥയുണ്ട്, ഒരു വലിയ മാറ്റത്തിന്റെ സൂചന. അപ്പോൾ എന്താണ് ഈ ഹൈപ്പിന് പിന്നിൽ? നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ ഈ ഒരു ഗംഭീര വിജയത്തിന് പിന്നിലെ ആദ്യത്തെ കാരണമെന്ന് പറയുന്നത് അവരുടെ ലോക പ്രശസ്തമായ ക്രിയേറ്റീവ് പവർ ഹൗസാണ് ഡിനെഗ്, DNEG. വെറുതെ ഒന്നോ രണ്ടോ അല്ല, 8 ഓസ്കാറുകൾ, അതും വിഷ്വൽ എഫക്ട്സിന് മാത്രം. ഇതൊരു തവണ കിട്ടിയ ലോട്ടറി ഒന്നുമല്ല അല്ലേ? വർഷങ്ങളായി അവർ കാണിക്കുന്ന ആ ഒരു നിലവാരത്തിന്റെ, ആ കഴിവിന്റെ ഒരു തെളിവ് തന്നെയാണത്. ഡ്യൂൺ, ഇൻസെപ്ഷൻ, ഇന്റർസ്റ്റെല്ലാർ, ടെനറ്റ്, ഈ സിനിമകളൊക്കെ നമ്മളെ വേറൊരു ലോകത്തെത്തിച്ചവയാണ് അല്ലേ? അപ്പോൾ നമ്മളെ അത്ഭുതപ്പെടുത്തിയ ഈ മാന്ത്രിക ദൃശ്യങ്ങൾക്ക് പിന്നിൽ ഡിനേഗ് ആയിരുന്നു എന്നറിയുമ്പോഴാണ് അവരുടെ റേഞ്ച് ശരിക്കും നമുക്ക് മനസ്സിലാവുന്നത്. പക്ഷേ ഇവരുടെ കഴിവ് സിനിമയിൽ മാത്രം ഒതുങ്ങുന്നില്ല കേട്ടോ. യൂണിവേഴ്സൽ സ്റ്റുഡിയോസിലേക്ക് പോയിട്ടുള്ളവർക്കറിയാം, അവിടുത്തെ ഹാരി പോട്ടർ റൈഡുകൾ നമ്മളെ ശരിക്കും ആ ലോകത്തേക്ക് കൊണ്ടുപോകുന്ന ഒരു അനുഭവമാണത്. അത്തരം തീം പാർക്ക് അനുഭവങ്ങൾക്ക് പിന്നിലും ഇവരുടെ കൈകളാണ്. ഇത് അവർക്ക് പുതിയ അവസരങ്ങളുടെ ഒരു വലിയ വാതിൽ തന്നെയാണ് തുറന്നുകൊടുക്കുന്നത്. അപ്പോ ഇതെല്ലാം കൂടി ചേരുമ്പോൾ അവരുടെ ഭാവി എത്രത്തോളം സുരക്ഷിതമാണെന്ന് നോക്കിക്കേ. ഏകദേശം $775 മില്യൺ പ്രോജക്റ്റുകളാണ് ഓൾറെഡി അവരുടെ കയ്യിലുള്ളത്. ഇത് അവരുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയും ഇൻഡസ്ട്രിയിലെ അവരുടെ സ്ഥാനവും ശരിക്കും ഉറപ്പിക്കുന്നുണ്ട്. ഇനി നമുക്ക് അവരുടെ രണ്ടാമത്തെ തുറുപ്പുചീട്ടിലേക്ക് വരാം. ഒരുപക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ടതും ഇതുതന്നെയാണ്, ബ്രഹ്മ AI, അവരുടെ സ്വന്തം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പ്ലാറ്റ്ഫോം. AI എങ്ങനെയാണ് കാര്യങ്ങൾ മാറ്റുന്നത് എന്ന് നമുക്ക് നോക്കാം. പണ്ടത്തെ ഒരു രീതി വെച്ച് ഒരു സിനിമയുടെ ഫയലുകൾ പല പല സിസ്റ്റങ്ങളിലായി ചിതറിക്കിടക്കുകയായിരുന്നു. ഇത് ഒരുപാട് സമയം കളയും, അത്ര സുരക്ഷിതവുമല്ല. എന്നാൽ ബ്രഹ്മ AI വന്നതോടെ ഈ അവസ്ഥയെല്ലാം മാറി. എല്ലാത്തിനെയും ഒരൊറ്റ സൂപ്പർ സെക്യൂറായ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുവന്നു. ബ്രഹ്മ AIയിലെ ആദ്യത്തെ പ്രധാന ടൂളാണ് ബ്രഹ്മകോർ. ഇതിനൊരു സ്റ്റുഡിയോയുടെ സ്വന്തം പ്രൈവറ്റ് ഗൂഗിൾ എന്ന് നമുക്ക് വേണമെങ്കിൽ വിളിക്കാം. അതായത് അവരുടെ കയ്യിലുള്ള എല്ലാ സിനിമകളുടെയും എല്ലാ ഫുട്ടേജുകളുടെയും ഒരു വലിയ ലൈബ്രറി. ഏത് ഫയൽ വേണമെങ്കിലും നിമിഷങ്ങൾക്കുള്ളിൽ വളരെ സുരക്ഷിതമായി കണ്ടെത്താനും ഉപയോഗിക്കാനും ഇത് സഹായിക്കും. ഇനി രണ്ടാമത്തെ ടൂളാണ് ബ്രഹ്മ സ്റ്റുഡിയോ. ഇവിടെയാണ് യഥാർത്ഥ മാജിക് നടക്കുന്നത് എന്ന് പറയാം. AI ഉപയോഗിച്ച് പുതിയ കണ്ടന്റ് ഉണ്ടാക്കാനും പഴയ സിനിമകളെ പുതിയ ഭാഷകളിലേക്ക് മാറ്റാനും ക്വാളിറ്റി മെച്ചപ്പെടുത്താനുമൊക്കെ ഇത് സഹായിക്കുന്നു. ഇതിലൂടെ അവരെന്താണ് ലക്ഷ്യമിടുന്നത് എന്നറിയാമോ? സിനിമയുടെ ഭാവിയെ തന്നെയാണ്. ഉദാഹരണത്തിന്, ആത്മൻ എന്ന ടെക്നോളജി ഉപയോഗിച്ച് ജീവനുള്ളതെന്ന് തോന്നിക്കുന്ന ഡിജിറ്റൽ മനുഷ്യരെ ഉണ്ടാക്കാം. അതുപോലെ വാണി, VANI, ഇതുവെച്ച് ഏത് ഭാഷയിലേക്ക് സിനിമ ഡബ്ബ് ചെയ്താലും ആക്ടേഴ്സിന്റെ ചുണ്ടുകളുടെ ചലനം ആ ഭാഷയ്ക്കനുസരിച്ച് കൃത്യമായി മാറും. ഇതിനെല്ലാത്തിനും ഗൂഗിൾ ക്ലൗഡുമായുള്ള അവരുടെ പാർട്ട്ണർഷിപ്പും ഒരു വലിയ സപ്പോർട്ടാണ്. ഈ രംഗത്തെ ബിസിനസ് അവസരങ്ങൾ എത്ര വലുതാണെന്നറിയാമോ? 2030 ആകുമ്പോഴേക്കും $130 ബില്യൺ ഒരു വലിയ മാർക്കറ്റാണ് AI കണ്ടന്റ് നിർമ്മാണ രംഗത്ത് പ്രതീക്ഷിക്കുന്നത്. ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ? ഇനി നമുക്ക് മൂന്നാമത്തെയും അവസാനത്തെയും ഘടകത്തിലേക്ക് വരാം, അവരുടെ പ്രൊഡക്ഷൻ വിങ്. ഈ 3 തൂണുകളും ചേരുമ്പോഴാണ് അവരുടെ ബിസിനസ് മോഡൽ എത്രത്തോളം പവർഫുൾ ആണെന്ന് നമുക്ക് ശരിക്കും മനസ്സിലാവുക. ദ ഗാർഫീൽഡ് മൂവി ഇതിനൊരു അടിപൊളി ഉദാഹരണമാണ്. സംഭവം സിമ്പിളാണ്. അവർ മറ്റൊരു സ്റ്റുഡിയോയുമായി ചേർന്ന് സിനിമ നിർമ്മിക്കുന്നു. എന്നിട്ടോ അതിലെ ആനിമേഷൻ വർക്കുകൾ സ്വന്തം കമ്പനിയായ ഡിനേഗിന് തന്നെ കൊടുക്കുന്നു. അപ്പോൾ എന്താ ഗുണം? സിനിമ ഹിറ്റായാൽ അവർക്ക് 2 വഴിക്ക് ലാഭം കിട്ടും. 1 പ്രൊഡക്ഷനിൽ നിന്ന്, 2 വിഷ്വൽ എഫക്ട്സിൽ നിന്നും. ഇതൊരു ബ്രില്യൻ്റ് ബിസിനസ് തന്ത്രമാണ് അല്ലേ? ഇനി അവരുടെ ഭാവിയിലെ ഏറ്റവും വലിയ പ്രോജക്റ്റുകളിലൊന്ന് നോക്കാം, രാമായണം. ഇത് വെറുമൊരു സിനിമയല്ല, അവരുടെ സിനിമ 2020 എന്ന വലിയൊരു സ്വപ്നത്തിന്റെ ഭാഗമാണ്. ഇവിടെ AIയും വിഷ്വൽ എഫക്ട്സും ഒരുമിച്ച് സിനിമാറ്റിക് അനുഭവത്തെ നമ്മൾ ഇതുവരെ കാണാത്തൊരു പുതിയ ലെവലിലേക്ക് എത്തിക്കും. അപ്പോൾ ഈ 3 തൂണുകളും, അതായത് ക്രിയേറ്റീവ് വർക്ക്, AI ടെക്നോളജി, സ്മാർട്ട് പ്രൊഡക്ഷൻ, ഇതെല്ലാം കൂടി ചേരുമ്പോൾ നമുക്ക് ഒരു കാര്യം വ്യക്തമാകും: ഈ കമ്പനി ഭാവിക്കായിട്ട് പൂർണ്ണമായും തയ്യാറെടുത്തിരിക്കുകയാണ്. കമ്പനിയുടെ സ്ഥാപകനായ നമിത് മൽഹോത്രയുടെ വാക്കുകൾ തന്നെ ഈയൊരു ആത്മവിശ്വാസം നമുക്ക് കാണാം. ക്രിയേറ്റീവ് മികവ്, AI സാങ്കേതികവിദ്യ, പിന്നെ മികച്ച നിർമ്മാണ രീതി, ഇതെല്ലാം ചേരുമ്പോൾ അടുത്ത 5-10 വർഷത്തിനുള്ളിൽ വലിയൊരു വളർച്ചയാണ് അവർ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ നമ്മളിന്ന് കണ്ട ഈ ഒരു മോഡൽ, ലോകോത്തര വിഷ്വൽ എഫക്ട്സ്, ഒരു പവർഫുൾ AI പ്ലാറ്റ്ഫോം, പിന്നെ വളരെ സ്മാർട്ടായ നിർമ്മാണ തന്ത്രം, ഇവയെല്ലാം ചേർന്ന് മീഡിയ ലോകത്തെ ഒരു പുതിയ പവർ ഹൗസായി ഇവർ മാറാൻ സാധ്യതയുണ്ടോ? എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്?